Hi students, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പഠിച്ചായിരുന്നു ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഒരു ഗിവൺ ചാർജില് അല്ലെ, ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് വി വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് ഏതായിരുന്നു? ലോറൻസ് ഫോഴ്സ് ആണെന്ന് പഠിച്ചു. ആ ലോറൻസ് ഫോഴ്സ് എത്രയായിരുന്നു? ലോറൻസ് ഫോഴ്സ് F is equal to Q into V cross B ആണെന്ന് പഠിച്ചു അല്ലെ. ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഒരു സിംഗിൾ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയാ, F is equal to Q into V cross B എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അത് തന്നെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഒരു കണ്ടക്ടർ ആക്കി മാറ്റുകയാണ്. ഓക്കെ, ആ കണ്ടക്ടറിൽ എടുക്കുമ്പോ നോക്കിയാൽ നമുക്ക് ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എത്രയായിട്ട് എടുത്തു? L ലെങ്ത് ഉള്ള കണ്ടക്ടർ ആണ്. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അല്ലെ. L ലെങ്തും A ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ടുള്ള ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ചാർജ് ആണോ പ്രസന്റ് ആവുക? അല്ല, ലാർജ് നമ്പർ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ടു മൂവ് ആണെന്നാണ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ലാർജ് നമ്പർ ഉണ്ട്. അപ്പൊ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇതിനകത്തുണ്ടെന്ന് നമ്മൾ അങ്ങനെ എടുക്കാം. n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ. അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ Q is equal to എന്തെന്ന് പറയാം? Q is equal to എന്തായിരുന്നു? N into E അല്ലെ. അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ Q is equal to പ്ലസ് ഓർ മൈനസ് NE അല്ലെ. പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുക, അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് എടുത്തു. നമ്മൾ Q is equal to ഇവിടെ എന്തെന്ന് എടുക്കുന്നു? N into E. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാം Q is equal to നമുക്ക് എന്ത് പറയും? NE into V cross B അല്ലെ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, Q into V cross B. അവിടെ ക്യൂവിന് നമ്മൾ എന്തായി? ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒന്ന് എഴുതി. അപ്പൊ എന്ത് വന്നു? N into E എഴുതി. N is the number of electrons present. എവിടെയാണ്? ഈ കണ്ടക്ടറിൽ മൊത്തം പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് പെർ യൂണിറ്റ് വോളിയത്തെ നമ്മൾ എങ്ങനെ എഴുതും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് പെർ യൂണിറ്റ് വോളിയത്തെ നമ്മൾ നമ്പർ ഡെൻസിറ്റി അല്ലെ, സ്മോൾ n എടുത്തു. അപ്പൊ ക്യാപിറ്റൽ N is equal to നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ n into V എന്ന് എഴുതാം. വോളിയം, ഇവിടെ V എന്ന് പറയുന്നത് വോളിയം ആണ്. വോളിയത്തെ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം is equal to ഏരിയ into ലെങ്ത് എന്ന് കൊടുക്കാം. അപ്പൊ N into A into L എന്ന് കൊടുത്തു അല്ലെ. നമ്പർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ is equal to NaL. ഓക്കെ ആണല്ലോ. ഓക്കെ, L ലെങ്ത് നമ്മൾ സ്മോൾ L ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ NaL ആണ് ഇവിടെ എന്തെന്ന് പറയാ? ക്യാപിറ്റൽ N പകരം നമുക്ക് എഴുതാൻ പറ്റുക. ഇത് എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് വോളിയത്തെ സ്മോൾ n ആക്കി നമ്മൾ എടുക്കുകയാണ്, നമ്പർ ഡെൻസിറ്റി ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ക്യാപിറ്റൽ N is equal to N into വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫോഴ്സ് എഴുതാം? ഫോഴ്സ് F is equal to NaLe into V cross B. ഓക്കെ, എങ്ങനെയായിട്ട് എടുത്തു? NaLe എന്ന് കൊടുത്തു. ക്യാപിറ്റൽ N പകരം NaL കൊടുത്തു. അവിടെ E ഉണ്ട് ഇൻറ്റു V cross B. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു N into A into E into V. ഇവിടുത്തെ Vനെ നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുത്തു. വെലോസിറ്റിയെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പകരം ആ പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? L എഴുതി. L cross B, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, അപ്പോ NaEV ഞാൻ ഇവിടെ ഒന്ന് തിരിച്ചെഴുതാൻ പോവാണ്. അതിനെ AVEN. ഈ V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് അല്ലെ. എന്ത് വെലോസിറ്റി ആണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് എടുക്കാം, കണ്ടക്ടർ ആണല്ലോ. അപ്പോ AVEN into L cross B. ഇനി നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ച ഇക്വേഷൻ ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. AVEN എന്ന് പറഞ്ഞ എന്താ? അവൻ എന്ന് പറഞ്ഞ് നമ്മൾ എവിടെയാ പഠിച്ചിരിക്കുന്നത്? കറണ്ട് ആണല്ലോ. അപ്പൊ AVEN പകരം നമുക്ക് എന്ത് കൊടുക്കാം? കറണ്ട് എന്ന് കൊടുക്കാം അല്ലെ.
അപ്പൊ കറണ്ട് I ഇൻറ്റു L ക്രോസ് ബി. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? വെക്ടർ L ക്രോസ് വെക്ടർ ബി എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ, അല്ലെ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ നടക്കുക. അപ്പൊ I കറണ്ട് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കണ്ടക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി ആണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, F is equal to എന്ത് വരും? F is equal to I ഇൻറ്റു L ക്രോസ് ബി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, അല്ലെ? ജനറൽ ആയിട്ട് നമ്മൾ എഴുതാണ് F is equal to I ഇൻറ്റു L ക്രോസ് ബി ദാറ്റ് is equal to I L B. എന്ത് വരും? ക്രോസ് പ്രൊഡക്റ്റ് വരുമ്പോ അവിടെ എന്തായിട്ട് എടുക്കാം? സൈൻ തീറ്റ എന്ന് എടുത്തു. I L B സൈൻ തീറ്റ. അപ്പൊ ഫോഴ്സ് ആക്ടിങ്ങിന്റെ ഇക്വേഷൻ എന്താണ്? I ഇൻറ്റു L ക്രോസ് ബി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? I L B സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി ഫോഴ്സ് മാക്സിമം എപ്പോഴാണ്? ഫോഴ്സ് മിനിമം എപ്പോഴാണ്? അല്ലെ, when theta is equal to 0, theta 0 ആണെങ്കിൽ, അല്ലെ, theta is equal to എത്ര വന്നു? 0 ആയിട്ട് വരികയാണെങ്കിൽ സൈൻ 0 0 ആണ്. അപ്പൊ ഫോഴ്സ് is equal to എത്ര വരും? 0, അല്ലെ? സൈൻ 0 is equal to 0. അപ്പൊ ഫോഴ്സ് 0 ആണ്. ഈ ഫോഴ്സിനെ നമ്മൾ മിനിമം ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ മിനിമം വരണമെങ്കിൽ തീറ്റ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യേണ്ടത്? കണ്ടക്ടറും അതുപോലെ തന്നെ എന്തുവരും? മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിരിക്കണം? ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടക്ടർ വെച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ എന്തുവരും? ഫോഴ്സ് ആക്ടിങ് ഓൺ ദം ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, when theta is equal to 90 degree, theta 90 degree ആണെങ്കിലോ? theta 90 degree ആണെങ്കിൽ force acting on them is equal to ILB sin 90. sin 90 1 ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ILB എന്ന് എഴുതാം. ഈ ഫോഴ്സ് ആണ് എന്ന് പറയാം മാക്സിമം. അപ്പോ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മാക്സിമം എപ്പോഴാണ് വരിക? when the conductor and the magnetic field are in mutually perpendicular direction. അല്ലെങ്കിൽ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിട്ട് വരണം? നോർമൽ രീതിയിൽ വരണം. നോർമൽ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി അറേഞ്ച്മെന്റ് വരണം. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് പറയാം എന്തുവരും? ഫോഴ്സ് ആക്ടിങ് ഓൺ ദം ഇസ് ഈക്വൽ ടു മാക്സിമം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഏതിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തത്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഒരു സിംഗിൾ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ലോറൻസ് ഫോഴ്സ്. ആ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഫോഴ്സ് F is equal to Q into V cross B. ഇനി Q എങ്ങനെ NE ആയി? Q എങ്ങനെ NE ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അല്ലെ, ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു. അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ Q is equal to എന്ത് പറയാം? NE, അല്ലെ? അപ്പൊ NE into V cross B. ഓക്കെ ആണല്ലോ? NE into V cross B എന്ന് എഴുതി. അവിടെ N എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടർ. ഓക്കെ, ആ കേസും എഴുതി. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെ, ഈ A ഏരിയ ഉണ്ട്, L ലെങ്ത് ഉണ്ട്. അപ്പൊ ഫുൾ വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് പറയാം ക്യാപിറ്റൽ N. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് സ്മോൾ n ആണ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു വോളിയം എന്നെഴുതി. വോളിയത്തിന് നമ്മൾ A ഇൻറ്റു L കൊടുത്തു, അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വരുമ്പോ എന്തുവരും? വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. ലെങ്തിനെ നമ്മൾ എന്ത് ചെയ്തു? അകത്തേക്ക് എടുത്തു. ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്തു. നമുക്കൊന്ന് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവൻ എന്നുള്ള ഇക്വേഷനിലേക്ക് വന്നു, അല്ലെ? ആ ഇക്വേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ L ക്രോസ് B വന്നു. അവൻ എന്ന് പറഞ്ഞ എന്തുവരും? I ആണ്. കറണ്ട് നമ്മള് തേർഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പൊ F is equal to I into L cross B. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സൈൻ തീറ്റ കോമ്പണന്റ് ആണ് വന്നിരിക്കുന്നത്. ILB സൈൻ തീറ്റ. ഫോഴ്സ് ആക്ടിങ് മാക്സിമം എപ്പോഴാണ്? ഫോഴ്സ് ആക്ടിങ് മിനിമം എപ്പോഴാണെന്നുള്ള കേസ് പറയാം. അപ്പോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മാക്സിമം ആവുന്നത് when the conductor is placed perpendicular to the magnetic field ആണ്. ഓക്കെ, ഏത് കണ്ടക്ടർ ആണ്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ placed perpendicular to the magnetic field ആണ്. ഓക്കെ ആണല്ലോ?
ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി നമുക്ക് വരാനുള്ളത് 2 പാരലൽ കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും കാര്യങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ നന്നായിട്ട് ഈ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി പഠിക്കുക. ഓക്കെ, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.